എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള 5th അലോട്ട്മെൻറ്റ്, അതായത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നാളെ അവസാനിക്കും. അതായത് ജനുവരി 1-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാനായിട്ട് സാധിക്കുക. ഇതുവരെ അലോട്ട്മെൻറ്റിന് ഓപ്ഷൻ നൽകാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഓപ്ഷനുകൾ നിങ്ങൾക്ക് സാധാരണ നൽകുന്ന രീതിയിൽ തന്നെ ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ നിലവിൽ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത ഒരു വിദ്യാർത്ഥി ആണ് എങ്കിൽ വിദ്യാർത്ഥികൾ NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിലവിൽ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ NOC അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ നൽകുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ID നൽകുക, പാസ്വേഡ് നൽകുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ പോയ ശേഷം നിങ്ങൾക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകുന്നതാണ്. നിലവിൽ എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികളും അതുപോലെ ഇതുവരെ ഓപ്ഷൻ നൽകാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ കോളേജിൽ ജോയിൻ ചെയ്യാതിരുന്ന വിദ്യാർത്ഥികൾക്കും സാധാരണ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ ഓപ്ഷൻസ് നൽകിയാൽ മതിയാകും. ഓപ്ഷൻ നൽകിയ ശേഷം വിദ്യാർത്ഥികൾ സേവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിലവിൽ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ, അതായത് ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ NOCയുടെ വേണ്ട, സാധാരണ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ ഓപ്ഷൻസ് നൽകിയാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അവിടെ NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ചൂസ് ഫയൽ എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ നിന്നും NOC ആ ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾ അതിലേക്ക് ഓപ്പൺ ചെയ്യുക, അത് ചൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് അവിടെ അപ്ലോഡ് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ചില കോളേജ് ആണെങ്കിൽ NOC ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേജിൽ തന്നെ NOC ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കോളേജിൻ്റെ ഒരു കോഡ് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ NOC ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സാധാരണ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ ഓപ്ഷൻ നൽകിയാൽ മതി. അതേസമയം NOC ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സാധാരണ NOC അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും അതിനുശേഷം അപ്ലോഡിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു NOC അപ്ലോഡ് ചെയ്ത് നൽകുകയും ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടും എന്നുറപ്പുള്ള കോളേജുകൾ മാത്രം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. കാരണം അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ ലഭിച്ച ആ ഒരു സീറ്റ് പോവുകയും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ നേടുമെന്നുറപ്പുള്ള കോളേജുകളും കോഴ്സുകളും മാത്രം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജും കോഴ്സുകളും മാത്രം നൽകിയാൽ മതി. അപ്പോൾ ഇങ്ങനെ നൽകിയ ശേഷം നിങ്ങൾ സേവിൽ ക്ലിക്ക് ചെയ്യുക. സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ നൽകിയിട്ടുള്ള കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ നൽകിയിട്ടുള്ള ഓപ്ഷൻസിൽ ഏതെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ നേരത്തെ ഓപ്ഷൻ നൽകിയിട്ടുള്ള ആ ഒരു ഭാഗത്ത് വന്നിട്ട് റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏതൊക്കെ ഓപ്ഷൻസാണോ റിമൂവ് ചെയ്യേണ്ടത് അതനുസരിച്ച് ആ ഒരു ഓപ്ഷൻ്റെ നേരെയുള്ള റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സ് ഓപ്ഷൻസിൽ നിന്നും ആ ഒരു കോളേജ് ഓപ്ഷൻ റിമൂവ് ചെയ്യപ്പെടുന്നത് ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഈ ഒരു രീതിയിൽ ഓപ്ഷൻസ് നൽകാനും അതുപോലെ നൽകിയ ഓപ്ഷൻസിൽ ഏതെങ്കിലും വേണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കൊടുക്കാനും ഒക്കെ സാധിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഈ ഒരു ജനുവരി 2-ാം തീയതിയോടെയാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വേക്കൻസി ലിസ്റ്റ് നാളെയോടെ മാത്രമേ വരാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.